കഴിഞ്ഞ ദിവസം പ്രശസ്ത ജ്വല്ലറിക്കാരനായിട്ടുള്ള ജോയ് ആലുക്കാസിനോട് കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് 10 ജ്വല്ലറിയും മറ്റുള്ള ജ്വല്ലറികളെല്ലാം ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളിലും ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും എന്തുകൊണ്ട് നിങ്ങൾ സ്ഥാപിച്ചു എന്ന് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഉത്തരം ഇപ്രകാരമാണ്: കേരളത്തിൽ ബിസിനസ് വളരാത്തതിൻ്റെ കാരണം രാഷ്ട്രീയക്കാരല്ല, ജനങ്ങളാണ്. ഒരാൾ നന്നാവുന്നത് വേറൊരാൾക്ക് താല്പര്യമില്ല. അപ്പോൾ ഇത് വെറുതെ പറഞ്ഞതല്ല, ഒരു വാശിയുടെ പുറത്ത് പറഞ്ഞതല്ല, ഇത് അർത്ഥവത്താണ്. നമ്മൾ നല്ലൊരു ഷർട്ട് ഇടുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടമല്ല, നല്ല പാൻസ് ഇടുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടമല്ല, നല്ലൊരു ബൈക്ക് വാങ്ങുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടമല്ല, നല്ല സാമ്പത്തിക അസമത്വം ഇല്ലാത്ത ജോലി ഉള്ളത് മറ്റുള്ളവർക്ക് ഇഷ്ടമല്ല, ജീവിതത്തിൽ ഭൗതികമായി നമ്മൾ പച്ച പിടിക്കുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടമല്ല, നമ്മുടെ ഭാര്യയ്ക്ക് മറ്റുള്ള സ്ത്രീകളെക്കാട്ടും സൗന്ദര്യവും ഉയർച്ചയൊക്കെ ഉള്ളത് മറ്റുള്ളവർക്ക് ഇഷ്ടമല്ല. അങ്ങനെ പല കാര്യങ്ങൾക്കും ഇഷ്ടമല്ലാത്ത ഒരുപാട് ആളുകൾ നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും. അസൂയയാണ് എല്ലാത്തിനും നിദാനം. അപ്പോൾ ബിസിനസ് വളരണമെന്നുണ്ടെങ്കിൽ ഒരാളുടെ സ്ഥാപനത്തിലേക്ക് ആൾ വരണ്ടേ? സ്ഥാപന താല്പര്യങ്ങൾ, വ്യക്തി താല്പര്യങ്ങൾ, ജാതി താല്പര്യങ്ങൾ, ഉപജാതി താല്പര്യങ്ങൾ ഒക്കെ ഉള്ളവരാണ് മലയാളികൾ. അതുകൊണ്ട് ഒരാളുടെ സ്ഥാപനത്തിൽ ഒരാൾ വരണമെന്നുണ്ടെങ്കിൽ തന്നെയും അവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന താല്പര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകണം. ട്രാൻസ്പെറൻ്റ് അല്ല, തുറന്നു പറയുകയാണെങ്കിൽ വർഗ്ഗസ്നേഹവും ഇല്ല തമിഴ്നാട്ടിലെ ആളുകളെ പോലെ. അതുകൊണ്ട് ഇവിടെ ഒരു ബിസിനസ് പച്ച പിടിക്കണമെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ആരെങ്കിലും കേരളത്തിൽ ഏതെങ്കിലും ബിസിനസ്സിൽ പച്ച പിടിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ താല്പര്യങ്ങളുള്ള ആളുകളായിരിക്കും കേരളത്തിൽ പച്ച പിടിക്കുന്നത്, അല്ലാത്തവർ കേരളത്തിൽ പച്ച പിടിക്കില്ല. ജോയ് ആലുക്കാസ് ശതകോടീശ്വരനാണ്. കേരളത്തിൽ 10 ഷോറൂം മാത്രമേ ഉള്ളൂ. പക്ഷേ വിദേശത്ത് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലൊക്കെ ഒരുപാട് ഷോറൂമുണ്ട്. എല്ലാം കൂടെ 120 ഷോറൂം ഉണ്ടെന്നാണ് പറയുന്നത്. ശതകോടികളുടെ വരുമാനം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അദ്ദേഹത്തിനെ പോലൊരാൾ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് വളരെയധികം അർത്ഥവത്താണ്. കാരണം അദ്ദേഹം ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളല്ലേ. ഇതുപോലെ ഒരുപാട് ആളുകൾ കേരളത്തിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങളിലും വിദേശത്തൊക്കെ പോയി കമ്പനികൾ തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ എന്താ കമ്പനി തുടങ്ങാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിൽ കമ്പനി തുടങ്ങിയ കമ്പനി ഗുണം പിടിക്കില്ല. ഇവിടുത്തെ ട്രേഡ് യൂണിയൻ, ലേബർ യൂണിയനൊന്നും ആരെയും നന്നാക്കത്തുമില്ല, അത് ഗുണം പിടിക്കത്തുമില്ല. കാരണം മലയാളികളുടെ അസൂയ എന്നുള്ളത് ഒരിക്കലും തീരാത്ത ഒരു അസുഖമാണ്. ആരും കേരളത്തിൽ നന്നാകാൻ അവർ സമ്മതിക്കില്ല. എന്തെങ്കിലും ഒരു കുറ്റവും കുറവും പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ കുറ്റം കുറവും പറയുന്നത് മലയാളികളാണ്. അതുകൊണ്ട് കേരളത്തിൽ അസൂയ ഉള്ളിടത്തോളം കാലം കേരളത്തിൽ ഒരു ബിസിനസ്സും പച്ച പിടിക്കില്ല.